ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു വിഭവമായിട്ടാണ് കേട്ടോ. ഒരു കടായ് പനീറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. ഇതുണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പനീർ വെച്ചിട്ട് വേറെ റെസിപ്പി കൂടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ കടായ് പനീറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി വേണം. ഈ കടായ് പനീർ തയ്യാറാക്കാനായിട്ട് ആദ്യം കുറച്ച് സാധനങ്ങൾ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് വറ്റൽമുളകാണ് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 വറ്റൽമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 5 ഗ്രാമ്പൂ 3 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയാണ്. മുഴുവനോട് കൂടിയിട്ടുള്ള മല്ലി 4 ടീസ്പൂണാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ 4 ടീസ്പൂൺ മല്ലി ചേർത്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3/4 ടീസ്പൂൺ ജീരകമാണ്. അതിനുശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരിക്കലും എണ്ണയൊന്നും ഒഴിച്ച് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട, ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യേണ്ടത്. വളരെ കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള അതേ പാനിൽ തന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് വലിയ 2 സവാള നീളത്തിൽ നുറുക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 3 എടുത്തത്. നിങ്ങൾക്ക് 2 തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി എടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കാഷ്യൂ നട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ടിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം തണുക്കാനായിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇന്നത്തെ ഡിഷ് നമ്മൾ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലല്ല, സൺഫ്ലവർ ഓയിലാണ്. ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിൽ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടറിലും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ അമൂലിൻ്റെ പനീറാണ് കിട്ടിയേക്കുന്നത്. ഇത് 200 ഗ്രാമിൻ്റെ പനീറാണ്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി കടായ് പനീർ തയ്യാറാക്കാനായിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ക്യൂബ് ഷേപ്പായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവുക അങ്ങനെ ഒന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റായിട്ട് കിട്ടി തുടങ്ങിയ, അധികം റോസ്റ്റ് ആവേണ്ട, ചെറുതായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി. അപ്പം തന്നെ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം.
ഇത് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നനവില്ലാതെ പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക, അതല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ സമയത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ വരിക, നല്ലൊരു സ്മെല്ലാണ് വരിക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ തക്കാളി, സവാള, അണ്ടിപ്പരിപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ കൂടിയിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. 2 or 3 പ്രാവശ്യമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഗ്രേവിക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഗ്രേവിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ വ്യത്യാസം വരുത്താം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം, കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മൾ മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. ക്രീം 2 ടേബിൾ സ്പൂണാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്കിത് ചേർക്കണം എന്ന് താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. പക്ഷേ ക്രീം ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. ക്രീം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഈ ക്രീമിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീറാണ്. പനീർ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പനീർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് പാടില്ല. ചെറുതായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 3 or 4 മിനിറ്റ് നേരം ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഒരുപാട് നേരം മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പാടില്ല. ഇനി ഫ്ലെയിം ഓഫാക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള കടായി പനീർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കടായി പനീർ ഞാനിവിടെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ് ഇത്. ഫ്രൈഡ് റൈസ്, ബിരിയാണി, അതുപോലെ തന്നെ ചപ്പാത്തി, പത്തിരി, പൊറോട്ട ഇതിൻ്റെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തീർച്ചയാണ്. ഒരു അടിപൊളി വിഭവവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.